ന്യൂഡിറ്റി ഇന്ന് ഒരു സാധാരണ കാഴ്ചയാണ്. ആൻഡ് വി കോൾ ദാറ്റ് ഫ്രീഡം. ടുഡേ ന്യൂഡിറ്റി ഈസ് എവ്രിവെയർ ആൻഡ് വി ആർ അക്സെപ്റ്റിംഗ് ഇറ്റ് വിത്തൗട്ട് ക്വസ്റ്റ്യൻ. കോണ്ടന്റുകൾക്ക് റീച്ച് കൂട്ടാനുള്ള ഒരു എളുപ്പവഴി. ആധുനിക സംസ്കാരത്തിൻ്റെയും കോൺഫിഡൻസിൻ്റെയും പ്രധാന ഘടകം. യെസ്, ന്യൂഡിറ്റി ഈസ് ദി ഫേസ് ഓഫ് മോഡേൺ കൾച്ചർ. ഒരാൾ തൻ്റെ ശരീരം പുറത്ത് കാണിക്കുമ്പോഴാണ് ആ ഒരാൾക്ക് വാല്യൂ ഉണ്ടാകുന്നതും മോഡേൺ ആകുന്നതും കോൺഫിഡൻസ് ആകുന്നതും എന്നൊക്കെയാണ് നാം പോലും അറിയാതെ സിനിമാ ലോകവും സോഷ്യൽ മീഡിയയും നമ്മളെ പഠിപ്പിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന വീഡിയോ ജസ്റ്റ് ഒരു ഹാഫ് ന്യൂഡിറ്റി മാത്രം മതി. എനിക്ക് കിട്ടുന്ന ലൈക്സ്, കമൻറ്റ്, ഷെയർ, ഈവൻ ഫോളോവേഴ്സ് പോലും ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഡബിൾ ആയിരിക്കും. ഇവരാരും എൻ്റെ കോണ്ടന്റുകൾക്ക് വേണ്ടിയല്ല എന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. എവ്രി വൺ ഡസ് ഇറ്റ്, സോ വാട്ട് ഈസ് ദ ബിഗ് ഡീൽ എന്നും പറഞ്ഞാണ് ഒരു വിഭാഗം ഇതിനെ ന്യായീകരിക്കുന്നത്. മൈ ബോഡി മൈ ചോയ്സ് എന്ന് പറഞ്ഞ് മറ്റൊരു വിഭാഗവും. ഇതൊക്കെ പറഞ്ഞ് ന്യൂഡിറ്റിയെ ന്യായീകരിക്കാൻ പറ്റില്ല. ഇത് സെൽഫ് റെസ്പെക്ട് ഇല്ലായ്മയുള്ള ഒരു എക്സ്ക്യൂസ് മാത്രമാണ്. എല്ലാവരും ചെയ്യുന്നുണ്ട് എന്ന് വിചാരിച്ച് അതൊരിക്കലും നോർമൽ ആവുകയുമില്ല. ഒരു സ്ത്രീയെ സമൂഹം വിലയിരുത്തേണ്ടത് അവളെ ഒബ്ജക്റ്റിഫൈ ചെയ്തുകൊണ്ടല്ല. ഒരു സ്ത്രീയെ കാണുമ്പോൾ ബഹുമാനമാണ് മറ്റുള്ളവർക്ക് തോന്നേണ്ടത്. എൻ്റെ വ്യക്തിത്വം കൊണ്ടായിരിക്കണം 4 ആളുകൾ എന്നെ അറിയേണ്ടത്, അല്ലാതെ ഒരാൾ കമൻ്റ് അടിച്ചുകൊണ്ടല്ല. സ്ത്രീകൾ മാത്രമല്ല, ഇന്ന് ഇതിൽ പുരുഷന്മാരും ഉണ്ട്. ഒരു കാലത്ത് പ്രൈവറ്റായി കണക്കാക്കിയിരുന്ന പലതും ഇന്ന് മോഡേണിൻ്റെ പേരിൽ പബ്ലിക്കായി മാറിയിരിക്കുന്നു. ബോഡി എക്സ്പോസ് ചെയ്തുകൊണ്ടല്ല അപ്രിഷിയേഷനും ഇംപ്രഷനും ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഫ്രീഡത്തിൻ്റെയും മോഡേണിൻ്റെയും പേരിൽ ന്യൂഡിറ്റിയെ നാം നോർമലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെൻ ഡിഡ് വി സ്റ്റാർട്ട് ടു നോർമലൈസ് ന്യൂഡിറ്റി? If your confidence needs other people's likes, it is not confidence. It is insecurity in disguise. Empowerment that depends on male gaze is not empowerment. It is outsourcing your self-worth. And that's part 3 of normalization series.